Okay. So ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം ഫോർ ദ ഫംഗ്ഷൻ f is equal to a plus bc into a plus b into c whole bar. For this function, we have the CMOS logic diagram is like this. Okay. Now, for this stick diagram, വരക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. So, നമുക്ക് initially we can start with our metal layers VDD and ground. That is similar. Okay, we can start with VDD layer and a ground layer. Okay. Now you have to draw the transistors. Okay. For that, first I am considering PMOS, that is P diffusion layer. Okay. So this is P diffusion layer. And next I am considering N diffusion layer. Okay. Now, here, how many inputs are there? A, B, C. We have 3 inputs. Okay. Also, we have 3 PMOS and 3 NMOS are there. So, correspondingly, we have to draw 3 polysilicon layers. Okay. So, അതായത് ഗേറ്റ് ആണ് ഇൻപുട്ട്. സോ നമുക്ക് എ ബി സി. ഓക്കെ. ഇത് ആക്ച്വലി സെയിം എ തന്നെയാണ് കേട്ടോ. നമുക്ക് സർക്യൂട്ട് വരക്കുമ്പോൾ വേണമെങ്കിൽ ഇത് രണ്ടും കൂടെ ശരിക്കും പറഞ്ഞാൽ കോമൺ പോയിന്റ് ആണ്. എ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് മാർക്ക് ചെയ്താൽ മതി, ബി നെക്സ്റ്റ് സി. ബട്ട് അപ്പോഴേ നമ്മുടെ സർക്യൂട്ടിൽ കുറെ കണക്ഷൻസ് വന്ന് കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഇൻപുട്ട് എന്ത് ചെയ്തേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത കേട്ടോ. ശരിക്കും ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം ആണ്. ഓക്കെ. ഇവിടെ അപ്ലൈ ചെയ്യുന്ന എയും ഇവിടെ അപ്ലൈ ചെയ്യുന്ന എയും സെയിം ആണ്. സിമിലർലി ബി സെയിം ആണ്, സി സെയിം ആണ്. ഒരു സിംഗിൾ പോയിന്റ് ആണ്. ഓക്കെ. നമുക്ക് 3 ഇൻപുട്ടേ ഉള്ളൂ, എ ബി സി. ഓക്കെ. ബട്ട് ഹിയർ നമ്മളത് ഈ സർക്യൂട്ടിൽ പിന്നെ എല്ലാത്തിനെയും കൂടെ ഓവർലാപ്പ് ചെയ്ത് വരച്ച് ഒരു കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും കാണുന്നവർക്ക് സർക്യൂട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത് കേട്ടോ. ആക്ച്വലി വി ഹാവ് 3 ഇൻപുട്സ് എ ബി സി. സോ ഇൻ ഓർഡർ ടു റെപ്രസെന്റ് ദാറ്റ് or we can say in order to form 6 transistor, I am considering 3 polysilicon layers. Okay. So here a pair of NMOS and PMOS is there. Then next, second one, and the third one. Okay. Now you have 3 PMOSs and 3 NMOSs. Now you have to decide the connections. Okay. Before that, source and drain terminal. So first of all, you have to mark the source and drain terminals. So ഈ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഇത് നേരത്തെ പോലെയല്ല, നമ്മുടെ നാൻഡ് നോർ പോലെയല്ല കേട്ടോ. സോ ബിക്കോസ് നാൻഡിലും നോറിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ all the PMOS are connected in series, all the NMOS are connected in parallel, or തിരിച്ചിട്ട് വരും. ഓക്കെ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചിട്ട് ഏത് ഇൻപുട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പാരലൽ കണക്ഷൻ ആയിട്ടും സീരീസ് കണക്ഷൻ ആയിട്ടും സെയിം എഫക്റ്റ് കിട്ടുക. ഹിയർ യു ഹാവ് ടു കൺസിഡർ ദ ഇൻപുട്ട്, ദാറ്റ് ഈസ് എ ബി സി കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ പ്രശ്നം വരും. കാരണം ദിസ് ഇസ് ബി ഇൻറ്റു സി പ്ലസ് എ. ഓക്കെ. സോ ഹിയർ ഇത് ലെറ്റ് മീ take as A, B, C. Okay. I am marking this as A, B, C. സോ ഇവിടെ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇത് എ എന്ന് പറഞ്ഞ ഇൻപുട്ട് അല്ലേ, ഇവിടെ ഇതാണ് കോമൺ ആയിട്ടുള്ളത്. സോ അതാണ് ഈ ഒരു പോളിസിലിക്കൺ ലെയർ വെച്ച് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ബി ഇൻപുട്ട്. ബി ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ദിസ് ട്രാൻസിസ്റ്റർ ആൻഡ് ദിസ് വൺ. ഓക്കെ. ദാറ്റ് ഈസ് ഷോൺ ഹിയർ. ആൻഡ് ഫോർ സി ദിസ് ഈസ് PMOS ആൻഡ് ദിസ് ഈസ് NMOS. ഓക്കെ. സോ നെക്സ്റ്റ് ഹിയർ ഇനി നിങ്ങൾ കണക്ഷൻ നോക്കുക ഫോർ ബി ആൻഡ് സി. ഓക്കെ. നമുക്ക് ആ ഇൻപുട്ടിലെ ഗേറ്റിലുള്ള ഇൻപുട്ട് വെച്ചിട്ട് ആ ട്രാൻസിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാം. ഫോർ ബി ആൻഡ് സി our PMOS are connected in parallel. Okay. PMOS are connected in parallel. That is, we have to connect drain together and source together. Okay. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ടും ഡ്രെയിൻ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും സോഴ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ബിഫോർ ദാറ്റ് നമുക്ക് ഈ എന്റെ കേസ് ഒന്ന് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. ഫോർ എ, for this input, actually this is my source, this is source. Okay. These are drains.
and here series connection. Okay, to this B and C, I have connected this A in series. Okay, so to drain, I have to connect source, and this will be drain. From drain, we can take the output. Okay, so this is the connection. So I have to connect sources of this B and C together, drains of this B and C together, and source of A to this drains of B and C. Okay, then drain of A to the output. Okay, so ഞാനത് നമുക്ക് വരക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് I am considering this as the drain of A. Okay, so from here I can take the output. So this is drain of A, then this will be my source, that is source terminal of A. So for this transistor, okay, so this transistor is represented here. So it is drain and this is source. Now to the source I have to connect the drain of these two transistors. Okay, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബിന്റെ ട്രാൻസിസ്റ്ററിന്റെ ഒരു ടെർമിനൽ എയുമായിട്ട് കണക്റ്റഡ് ആണ് ഓൾറെഡി. ഓക്കെ, so I can take it as drain. So source of A, that is this connection, source of A is connected to drain of D. This point is connected. Okay, now ഇത് drain ആണെങ്കിൽ എന്താ, this will be source. Okay, then this drain of B, source of B and source of C are connected together. Okay, അപ്പോൾ ഇത് source ആണെങ്കിൽ എന്തായിരിക്കണം, ഇവിടെ ഓൾറെഡി കണക്ഷൻ ഉണ്ട്, this is also source. Okay, and this should be the drain. മനസ്സിലായോ? അതായത് ബിന്റെയും സിന്റെയും ഒന്നുകിൽ യു ക്യാൻ കണക്ട് ദ സോഴ്സ് ടുഗെദർ, ഒന്നുകിൽ മീൻസ് പാരലൽ കണക്ഷൻ ആണ് അല്ലെ, സോഴ്സസ് ഒരുമിച്ച് കണക്ട് ചെയ്യണം, അതേപോലെ ഡ്രെയിൻ ഒരുമിച്ച് കണക്ട് ചെയ്യണം. അപ്പൊ ഈ പോയിന്റ് ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് രണ്ടും സോഴ്സ് ആയിട്ട് എടുക്കാം, അല്ലെ ഇത് രണ്ടും ഡ്രെയിൻ ആയിട്ട് എടുക്കാം, എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. ഓക്കെ, സോ ഞാനിപ്പോ ഇത് രണ്ടും സോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ദിസ് ഇസ് ദ ഡ്രെയിൻ, ദിസ് ഇസ് ദ ഡ്രെയിൻ. സോ ഡ്രെയിൻ ടു സോഴ്സ്, ഡ്രെയിനിൽ ഔട്ട്പുട്ട് എടുക്കുക. നൗ ഇനിയിപ്പോ കണക്ഷൻ നിങ്ങൾ നോക്ക്, we have to connect these sources to VDD. Okay, so for that I am taking diffusion layer itself, so I can connect these sources to VDD. Okay, now next connection വരുന്നത്, next എന്താ connection വേണ്ടേ, these sources are connected to VDD. Now you have to connect these drains together, that is B and C. Okay, so drains of these two transistors B and C you have to connect together. At that point this source should be there. Okay, അപ്പോൾ ഈ സോഴ്സും ഡ്രെയിനും എന്താണ് ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ്, ദാറ്റ് ഈസ് ഹിയർ ദർ ഇസ് എ കണക്ഷൻ. ഓക്കെ, സോഴ്സും ഡ്രെയിനും കണക്റ്റഡ് ആണ്. നൗ യു ഹാവ് ടു കണക്ട് ദിസ് ഡ്രെയിൻ, ദാറ്റ് ഈസ് ഡ്രെയിൻ ഓഫ് സി, ഓക്കെ, ടു ദിസ് പോയിന്റ്. ഓർക്കുക, ഇവിടെ നമ്മൾ ഡിഫ്യൂഷൻ യൂസ് ചെയ്യരുത്, ബിക്കോസ് ഡിഫ്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ ഈ ഡിഫ്യൂഷൻ നമ്മുടെ പോളിസിലിക്കണിനെ ക്രോസ് ചെയ്ത് പോയാൽ എന്താണ്, അവിടെ വീണ്ടും ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഫോം ചെയ്യുക. സോ ഫോർ ദ കണക്ഷൻ I have to use metal. Okay, so this drain terminal I have to connect with this point. Okay, connection മനസ്സിലായോ? ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ബിന്റെയും സിന്റെയും സോഴ്സ് കണക്റ്റഡ് ടു VDD. Okay, and B and C drains connected together. This is the drain of C, drain of B. Okay, connected together. To that point, source of A is connected. Source of A is connected to that point. Okay, confusion undo? Then for different layers, I have to represent this contact point. Okay, അപ്പോൾ ഇവിടെ ഞാൻ ഡിഫ്യൂഷൻ ലെയർ വെച്ച് കണക്ട് ചെയ്യാതിരുന്നതിന്റെ റീസൺ ഓർക്കുക, എന്താണ്, if diffusion layer crosses polysilicon it will form transistors. Okay, അപ്പോൾ നമുക്ക് അഗെയിൻ ട്രാൻസിസ്റ്റർ ആവശ്യമില്ല, അതുകൊണ്ടാണ് എന്ത് ചെയ്തത് ഇവിടെ മെറ്റൽ ലെയേഴ്സ് യൂസ് ചെയ്തത്. അല്ലെ ഡിഫ്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഓക്കെ, ബട്ട് അഗെയിൻ അവിടെ പ്രോബ്ലം ഉണ്ട്, സെയിം ഡിഫ്യൂഷൻ ലെയർ എന്താവും, സെയിം ലെയേഴ്സ് ഓവർലാപ്പ് ചെയ്താൽ അവിടെ കോണ്ടാക്ട് ഉണ്ട് എന്ന് തന്നെയാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ബെറ്റർ യു ഹാവ് ടു യൂസ് മെറ്റൽ ലെയേഴ്സ്. ഈ കണക്ഷൻ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ കണക്ഷൻസ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യേ. ഓക്കെ, നൗ നെക്സ്റ്റ് നിങ്ങൾ എന്താണ് NMOSന്റെ കണക്ഷൻ. I can mark the connection for NMOS. So for that, here ഇനി നിങ്ങൾ നോക്കുക. I have to take output from this drain terminal. Okay. Now this drain is connected to, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ, this drain is connected to drain of A and drain of B. Okay. Output always from drain. അത് നിങ്ങൾ ഓർത്താൽ മതി. Okay. Or ground always source ആയിരിക്കണം. So this will be source, this will be source. And for series connection, drain of one transistor is connected to source of another transistor. ഇപ്പൊ കറക്റ്റ് അല്ലേ? Drain source, this is drain source, drain source. Okay. So now from the drain of D, you have to take the output. Okay. Also to that point, നിങ്ങൾ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് A and B ഒന്ന് നോക്കുക. കാരണം ഇവിടെ between A and B there is a connection അല്ലെ, ഇവിടെ ഒരു കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So first of all എന്താ, you have to see this one, A and B. Between A and B, how to connect drain of the transistors A and B അല്ലെ. ഞാൻ A and B ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ. A ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന B ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന ട്രാൻസിസ്റ്റർ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് A and B എന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. സോ drain of these two transistors are connected together. So ഇവിടെ നമുക്ക് already there existing a connection between A and B. So I can take these terminals as drain of these transistors. Okay. Now for A, if this is drain, this will be source. Okay. കുഴപ്പമില്ലല്ലോ, നമുക്ക് സോഴ്സ് എന്താ ചെയ്യേണ്ടത്, ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യണം. അതിവിടെ പോസിബിൾ ആണ്. Okay. Now drains are connected together. Now between B and C, there is a connection, that is source of B to drain of D. So ഇവിടെ drain ആണെങ്കിൽ എന്താണ്, obviously ഇതായിരിക്കും B യുടെ source എന്ന് പറയുന്നത്. So source of B is connected to drain of C. Source of B is connected to drain of C. So this can be taken as drain of this transistor. Okay. So this will be source. Correct. Now you can give the connections wherever necessary. That is, you have to ground. First of all, you have to give the sources to ground. So here we have source of A and C is connected to ground. Okay. So source of C and now source of A. So these are connected to ground. Okay. Now what is the connection left? ഇവിടെ നമുക്ക് രണ്ട് സോഴ്സ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. Then this connection, source to drain, this drain to drain connections അല്ലെ, എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് എന്താണ്, കണക്ഷൻ ടു ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് എവിടെ നിന്ന് എടുക്കേണ്ടത്, ദിസ് പോയിന്റ്, ഫ്രം ദിസ് പോയിന്റ്, അതായത് നമ്മുടെ എന്റെയും ബിന്റെയും ഡ്രെയിൻ കണക്ട് ചെയ്ത കോമൺ പോയിന്റ്. ഓക്കെ. ഫ്രം ദിസ് പോയിന്റ് ആൻഡ് ഫോർ PMOS, drain of this transistor, that is this one. Okay. So this one you have to connect together and give to the output. So using metal layer, I can connect. Okay. Now you have to make contact points for different layers. Okay. So here will be my output. ക്ലിയർ ആണോ ഇത് വരച്ചത്? ടീച്ചർ, ആ ബിയും സിയും മാറിപ്പോയ പ്രശ്നമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും? ബിയും സിയും കുഴപ്പമില്ല. അതായത് നമ്മുടെ ഇതിപ്പോ ഞാൻ സർക്യൂട്ട് പോലെ തന്നെ വരച്ചതാണ്. ഇത് ബിയും സിയും മാറിയ പ്രശ്നമില്ല. കാരണം രണ്ട് സീരീസ് കണക്ഷൻ അല്ലേ, ഇവിടെ സി വന്ന ഇവിടെ ബി വന്ന പ്രശ്നമില്ല.
കാരണം സെയിം സാധനം ഇവിടെ പിമോസിന്റെ കേസിൽ പാരലായിട്ടേ വരിക. അപ്പൊ അതുകൊണ്ട് ബിയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും പ്രശ്നമില്ല. ഈ കേസിൽ നിങ്ങൾ എന്റെ കണക്ഷൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് മുന്നേ ഒന്നും ചോദിച്ചിട്ടില്ല. ബട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നിങ്ങളോട് ഇതേ സർക്യൂട്ടിന്റെ വരക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പിന്നെ പക്ഷെ അത് ചോദിച്ചാലും എന്തായാലും ഒരു കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് മാത്രമേ ചോദിക്കൂ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ സർക്യൂട്ട്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ സ്റ്റിക് ഡയഗ്രാം കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ കൂടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിന്റെ വേണ്ട, സിമ്പിൾ സർക്യൂട്ട്സിന്റെ സർക്യൂട്ട്സ് വരച്ച് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ സ്റ്റിക് ഡയഗ്രാം കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബാക്കിയുള്ളവർക്കൊന്നും റിപ്ലൈ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നലെ ഞാൻ ഹോംവർക്ക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നല്ലോ, അതായത് എ ഇൻറ്റു ബി പ്ലസ് സി ഹോൾ ബാർ. അപ്പൊ അതിന്റെ സ്റ്റിക് ഡയഗ്രാം നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നതൊക്കെ തെറ്റിപ്പോവാം. നിങ്ങൾ പിന്നെയും കൂടെ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ചിലപ്പോൾ ആദ്യം സോഴ്സ് ഡ്രെയിൻ എടുത്ത് ചിലപ്പോൾ അതിനെക്കാട്ട് ഈസി ആയിട്ട് വരക്കാൻ പറ്റുക തിരിച്ചെടുത്താലാണെന്ന് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് മാറ്റി ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ഒറ്റയടിക്ക് ശരിയാവണമെന്നില്ല. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കി, സ്വന്തമായിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഐഡിയ കിട്ടും ഏതെടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത്. ചിലപ്പോൾ മാറിപ്പോവാം. ചിലപ്പോൾ ഞാൻ ആദ്യം സോഴ്സ് ഇപ്പുറത്തെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതല്ല മറ്റേ രീതിയിൽ എടുക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മാറ്റാം. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ആ കണക്ഷൻ നോക്കിയിട്ട് സോഴ്സും ഡ്രെയിനും ഫിക്സ് ചെയ്യുക. ദെൻ എവിടേക്കാണ് കണക്ഷൻസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. കണക്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ നമുക്ക് ഇപ്പൊ സെയിം ലെയേഴ്സ് യൂസ് ചെയ്യുന്ന ഇവിടെ കോൺടാക്ട് പോയിന്റ് ആവശ്യമില്ല. ഡിഫറെന്റ് പോയിന്റ്സ് വരുന്നിടത്ത് കോൺടാക്ട് നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, യു ഹാവ് ടു പുട്ട് ഹിയർ. ഇവിടെ കണ്ടു, ഇവിടെ നമ്മൾ കാണിച്ചിട്ടില്ല, ബിക്കോസ് എന്താ, ഇവിടെ കോൺടാക്ട് ഇല്ല. ഓക്കെ, സോ ഇവിടെ എന്താ ഇലക്ട്രിക്കൽ കോൺടാക്ട് ഉണ്ടാവില്ല. ഡയറക്റ്റ് ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് ആണ് കണക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ഫംഗ്ഷൻ തന്നത് അവർ ഫംഗ്ഷൻ ഈസ് ലൈക്ക് ദിസ്, എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സി ഹോൾ ബാർ. ഓക്കെ, ഞാൻ പറഞ്ഞു ഹോൾ കോംപ്ലിമെന്റ് നമ്മുടെ സിമോസിന്റെ ഔട്ട്പുട്ടിൽ ഹോൾ കോംപ്ലിമെന്റഡ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെ. അത് നമ്മുടെ നാൻഡ് നോറിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എയും ബിയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ആയിരിക്കും. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി സി ആണ്. ഓക്കെ, കോംപ്ലിമെന്റ് ഇല്ലാന്ന് വെച്ചോ, ഈ ഹോൾ കോംപ്ലിമെന്റ് ഇല്ലാന്ന് വെച്ചോ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായിരിക്കും സർക്യൂട്ടിൽ മോഡിഫിക്കേഷൻ ചെയ്യുക? ഒന്ന് ആലോചിച്ച് പറയാൻ പറ്റുമോ? എന്താ ചെയ്യാൻ പറ്റുമോ? ഇതേ സർക്യൂട്ട് ഒന്നും കൂടി ഇതിന്റെ ഔട്ട്പുട്ട് ഇതേ സർക്യൂട്ടിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ ഔട്ട്പുട്ട് എന്താ, എ പ്ലസ് ബി ഇൻറ്റു സി ഹോൾ ബാർ ഇവിടെ കിട്ടിയല്ലോ. നമുക്കിനി വേണ്ട എന്താ, ഈ കോംപ്ലിമെന്റ് വേണ്ട അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എടുത്ത് നിങ്ങളൊരു ഇൻവേർട്ടറിൽ കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുക. ഒരു നോട്ട് ഗേറ്റ് കൊടുത്താൽ എന്തായിരിക്കും കിട്ടുക, ഈ ഔട്ട്പുട്ട് എടുത്ത് നമ്മളൊരു നോട്ട് ഗേറ്റ് കൊടുത്താൽ എന്ത് വരും, ഡബിൾ കോംപ്ലിമെന്റ്. അതായത് എന്താ വരിക, ഇവിടെ ആക്ച്വലി അല്ലേ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്, ഈ നമ്മുടെ ഔട്ട്പുട്ട് ഇപ്പോൾ ഉള്ളത് എ പ്ലസ് ബി സി ഹോൾ കോംപ്ലിമെന്റ് ആണ് അല്ലെ. ഇപ്പൊ ഞാൻ ഇതൊരു നോട്ട് ഗേറ്റിൽ കൊടുക്കുവാണ്. അപ്പൊ എന്താവും, എ പ്ലസ് ബി സി ഡബിൾ കോംപ്ലിമെന്റ്. ഓക്കെ അല്ലെ, ഒരു കോംപ്ലിമെന്റ് ഓൾറെഡി ഉണ്ട്, പിന്നെ നോട്ട് ഗേറ്റിനെ കൊണ്ടൊരു കോംപ്ലിമെന്റ് വരും. ഇതെന്തിന് ഈക്വൽ ആണ്, എ പ്ലസ് ബി സിക്ക് ഈക്വൽ ആണ് അല്ലെ. ഡബിൾ കോംപ്ലിമെന്റ് വന്നാൽ എന്താണ്, എക്സ് ഡബിൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എക്സ് ആണ്. റൈറ്റ്, അപ്പൊ എന്ത് ചെയ്താൽ മതി, എങ്ങാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നതിൽ ആ ഹോൾ കോംപ്ലിമെന്റ് ഇല്ലെങ്കിൽ ഇതൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അറ്റ് ലാസ്റ്റ് അപ്പോൾ ഹിയർ നിങ്ങൾക്ക് കിട്ടുന്നത് ആക്ച്വലി എഫ് ഡാഷ് ആണ്. എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിലാന്നേ പറയുന്നത്. ഫ്രം ദിസ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എഫ് ഡാഷ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്താൽ മതി, യു ഹാവ് ടു കണക്ട് ആൻ ഇൻവെർട്ടർ. സിമോസ് ഇൻവെർട്ടർ നിങ്ങൾക്ക് അറിയാലോ, സിമോസ് സർക്യൂട്ട് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് കംപ്ലീറ്റ് സിമോസ് ആയിരിക്കണം. സോ യു ഹാവ് ടു draw a CMOS inverter here. Okay, so this will be our F. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? അതായത് ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും, ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നത്
എ പ്ലസ് ബി സി ഹോൾ ബാർ ആണ്. ഓക്കെ, അപ്പൊ അതിനൊന്നും കൂടെ കോംപ്ലിമെന്റ് ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും? എ പ്ലസ് ബി സി കിട്ടും. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പം എപ്പോഴും ശ്രദ്ധിക്കണം, ഹോൾ കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഇത്രയും ചെയ്താൽ മതി. ആ കോംപ്ലിമെന്റ് ഇല്ലെങ്കിലാണ് യു ഹാവ് ടു റിമെമ്പർ ടു കണക്ട് ആൻ ഇൻവെർട്ടർ അറ്റ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്താൽ മതി? ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നൗ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 4 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് കേസിലുള്ള ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 4 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ആണ് ഇങ്ങനെ ഒരു കണക്ഷൻ, ജസ്റ്റ് പറഞ്ഞാൽ മതി. അത് ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ വരച്ചു നോക്കിയാൽ മതി. 4 ഇൻപുട്ട് നാൻഡ് ഗേറ്റ് ഹൗ ടു ഇംപ്ലിമെന്റ് യൂസിംഗ് ദി CMOS ലോജിക്. ഫോർ ഇൻപുട്ട് നാൻഡ് ഗേറ്റ് 4 PMOSും 4 NMOSും വേണ്ടി വരും. എങ്ങനെ കണക്ട് ചെയ്യും? 4 PMOS we have to connect in NAND operation അല്ലേ, that is product ആണ് ഇവിടെ വരിക. So we have to connect 4 PMOSes in parallel. Okay, so for example ABCD. So you have to connect 4 PMOSes in parallel and 4 NMOSes in series. 1, 2, 3 and 4. Okay, so ഇത്രയേ ഉള്ളൂ. Here you can take the output. 4 input NAND gate. Okay, 4 input NAND gate ആണെങ്കിൽ NAND operation ആണ്, that is A into B into C into D whole bar. This is my output. So എന്താണ്? പ്രൊഡക്റ്റ് ആയതുകൊണ്ട് PMOSes are connected in parallel and NMOSes are connected in series. ഓക്കെ, തിരിച്ച് 4 ഇൻപുട്ട് NOR ഗേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? You can connect PMOSes in series and NMOSes in parallel. Right? ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ഇതിന്റെ സ്റ്റിക് ഡയഗ്രാം ലേഔട്ടും കൂടെ വരക്കാനുള്ളത്. അത് ഒരു പ്രാവശ്യം മാത്രം യൂണിവേഴ്സിറ്റി എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ടൈം ആയിരുന്നു, പിന്നീട് അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും നാൻഡിന്റെയും നോറിന്റെയും കേസിൽ ഇതുപോലെ നിങ്ങൾ അതിന്റെ സ്റ്റിക് ഡയഗ്രാം കൂടെ വരക്കാൻ നോക്കുക. ഓക്കെ, അത് ഞാൻ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. സ്റ്റിക് ഡയഗ്രാം വരക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഈ CMOS ഇംപ്ലിമെന്റേഷന്റെ തന്നെ കുറച്ചും കൂടെ ഫങ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് രണ്ട് എക്സാമ്പിളും കൂടെ ചെയ്യാം. എന്നിട്ട് ഈ മോഡ്യൂൾ വൈൻഡ് അപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇംപ്ലിമെന്റ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇംപ്ലിമെന്റ് ദ ഫങ്ഷൻ f is equal to AB plus C into DE plus F whole complement using static CMOS logic. So ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം ഓൺലി. ഓക്കെ, സ്റ്റിക് ഡയഗ്രാം ഒക്കെ വേണമെങ്കിൽ പറയും, ബട്ട് ഇത്രയും കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് നോർമലി സ്റ്റിക് ഡയഗ്രാം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ നിങ്ങൾ ഇതിന്റെ സർക്യൂട്ട് വരക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. സോ നൗ വി ക്യാൻ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം. ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഇതെങ്ങനെയൊക്കെ കണക്ഷൻ വരുവാന്ന് എപ്പോഴും ഓർക്കുക. ഫോർ CMOS ലോജിക് വി ഹാവ് PMOS പാർട്ട് ആൻഡ് NMOS പാർട്സ് ആർ ദർ. ഓക്കെ, ദെൻ പിന്നെ ഓർക്കേണ്ട കാര്യം എന്താണ്? PMOSന്റെ കേസിൽ ഫോർ OR ഓപ്പറേഷൻ യു ഹാവ് ടു കണക്ട് ഇൻ പാരലൽ, sorry, and for AND operation you have to connect in parallel, and for OR operation you have to connect in series. NMOS for OR operation you have to connect in parallel, and for AND operation you have to connect in series. So ഈ ഒരു കാര്യം ഓർക്കുക. Then you can draw the circuit. So start ചെയ്യാം.
പറഞ്ഞു, നിങ്ങൾ തന്നെ പറഞ്ഞു എങ്ങനെ കണക്ട് ചെയ്യും. ഫസ്റ്റ് PMOS സൈഡ്. അരുൺ, PMOS സൈഡിൽ ഫോർ ദിസ് AB എങ്ങനെ കണക്ട് ചെയ്യണ്ടേ? നമുക്ക് ഓരോ പാർട്ടായിട്ട് ചെയ്തു പോവാം. ഓക്കെ, സോ ഫോർ ദിസ് AB ഹൗ ടു കണക്ട് PMOS? അരുൺ, എങ്ങനെ കണക്ട് ചെയ്യാം? PMOS parallel ആയിട്ട് കണക്ട് ചെയ്യണം. PMOS parallel ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, സോ യു ക്യാൻ ഡ്രോ 2 PMOSes in parallel. So A into B. Okay, so now I am connecting VDD to this point and connected sources together, drains together. Okay. Now ഇനി എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് PMOSന്റെ കണക്ഷൻ. ചന്ദ്രലേഖ, ചന്ദ്രലേഖ, ദീപ്തി, നെക്സ്റ്റ് കണക്ഷൻ എങ്ങനെ വരിക? സീരീസ് ആയിട്ട് കൊടുക്കണം. ആ സീരീസ് കണക്ഷനിൽ ബാക്കിയുള്ള പാർട്സിനെ എങ്ങനെ കണക്ട് ചെയ്യും? ഈ ഒരു ഫംഗ്ഷൻ സീരീസ് ആയിട്ടാണ് വേണ്ടത്. AB പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീരീസ് കണക്ഷൻ. ദെൻ ഈ ഒരു ടേം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം C ഇൻറ്റു DE പ്ലസ് F ആണ്. അതൊക്കെ അപ്പൊ ഈ C ഇൻറ്റു എന്ന് വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ C ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്ന PMOS ഷുഡ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദിസ് ടേം അല്ലെ? പാരലൽ ദിസ് ടേം. ഓക്കെ, C ഇൻറ്റു DE പ്ലസ് F ആണ്. സോ DE പ്ലസ് F ഇംപ്ലിമെന്റ് ചെയ്ത് അതിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? C കണക്ട് ചെയ്യേണ്ടത്. ഇതിനോടെല്ലാം സീരീസ് ആയിട്ടാണ് ഈ AB വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ഈ DE പ്ലസ് F ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, DE പ്ലസ് F. ജസീം, DE പ്ലസ് F എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? ജസീം, DE പ്ലസ് F എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം? കണക്ഷൻ എങ്ങനെ വരിക? E എങ്ങനെയാ? ഓ പറഞ്ഞോ. ഫസ്റ്റ് പാരലൽ ആയിട്ട് ഏതൊക്കെ? ഡിയും ഇയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, സോ ഡിയും ഇയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ പിന്നെ സീരീസ് ആയിട്ട് ഇതിനോട് സീരീസ് ആയിട്ട് എന്ത് കണക്ട് ചെയ്യണം? ഡിയും പാരലൽ കണക്ട് ചെയ്ത് ഇതിനോട് സീരീസ് ആയിട്ട് F കണക്ട് ചെയ്യണം. ഓക്കെ, സോ ഇതിനോട് സീരീസ് ആയിട്ട് ഹാവ് ടു കണക്ട് F. നൗ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഈ ടേം ആയി DE പ്ലസ് F ആയി. ഇനി എന്ത് ചെയ്യണം? അതിനോട് സീരീസ് ആയിട്ട് സി കൊടുക്കണ്ട. സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ? ഇൻറ്റു ആണ് ഇത് ഓപ്പറേഷൻ. സീരീസ് പാരലൽ പ്ലസ് വരുമ്പോഴാണ് സീരീസ് വരിക അല്ലെ? ഇപ്പം D ഇൻറ്റു ഇ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, D ഇൻറ്റു ഇ കിട്ടി. ദെൻ പ്ലസ് F എന്ന് പറയുമ്പോൾ അതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. നൗ C എങ്ങനെയാ വരുന്നത്? കംപ്ലീറ്റ് ഈ ടേമിന് പാരലൽ ആയിട്ടാണ് വരുന്നത്. അത് നിങ്ങൾ നോക്കണേ. സോ DE പ്ലസ് Fന് കംപ്ലീറ്റ് പാരലൽ ആയിട്ട് ഇൻറ്റു ആണ് എന്ത് വരുന്നത്? C വരുന്നത്. സോ ഇതിന് കംപ്ലീറ്റ് പാരലൽ ആയിട്ട് വേണം എന്ത് വരക്കാൻ വേണ്ടിയിട്ട്? C, ലൈക്ക് ദിസ്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ, അപ്പൊ ഇത്രയും ആയിക്കഴിഞ്ഞാൽ എന്താന്ന്? PMOSന്റെ പാർട്ട് കംപ്ലീറ്റ് ആയി. PMOSേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നമുക്കിനി എന്താ NMOSും കൂടെ വരക്കാനുണ്ട്. ഓക്കെ, സോ PMOS മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. നൗ ഇതിന്റെ താഴെയായിട്ട് എന്ത് വരക്കണം? NMOSന്റെ കണക്ഷൻ. അപ്പൊ നേരെ തിരിച്ചു വരും. എങ്ങനെ വരും? ഇവിടെ നമ്മൾ AB പാരലൽ കണക്ഷൻ ആയിരുന്നു അല്ലെ? NMOS വരുമ്പോൾ എന്താവും? A ഇൻറ്റു ബിക്ക് ഫോർ NMOS ഇറ്റ് ഈസ് സീരീസ് കണക്ഷൻ. ഓക്കെ, അതേപോലെ പ്ലസ് വരുന്നിടത്ത് ഇവിടെ സീരീസ് ആയിരുന്നു. ഇവിടെ എന്ത് വരും? ഇറ്റ് വിൽ ബി പാരലൽ കണക്ഷൻ. ഓക്കെ, ഇതിന്റെ താഴെ ഇനി NMOSന്റെ കണക്ഷൻസ് യു ക്യാൻ ഡ്രോ.
So for that, I have this A into B. Okay. So A into B, it is connected in series. Okay. ഇവിടെ നമ്മൾ പാരലൽ കണക്ഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സൈഡ് പഠിച്ചാൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് തന്നെ മറ്റേത് വരക്കാം. ഹിയർ A into B, എയും ബിയും പാരലൽ ആയിരുന്നു. So here I have to connect A and B in series. Okay. A, B. I am connected in series. Now AB plus this term ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ അഗൈൻ പാരലൽ കണക്ഷൻ ആണ്. സോ കംപ്ലീറ്റ് ഈ A into ബിക്ക് പാരലൽ ആയിട്ടായിരിക്കണം ബാക്കി കണക്ഷൻസ് വരേണ്ടത്. ഓക്കെ. സോ ഹിയർ ഐ ഹാവ് ടു കണക്ട് C into DE plus F. ഓക്കെ. സോ D into E. Again for D into E, I am connecting in series. Okay. ഇവിടെ PMOSന് പാരലൽ ആയിരുന്നു. സോ ഹിയർ NMOSന് എന്തായിരിക്കണം? D into E should be series connection. So D into E connected in series plus F. That is, to this term I have to add F. Okay. So for this OR operation, in case of NMOS, I have to connect in parallel. So to this term, that is D into E. To hold this term, I have to connect F in parallel. Okay. So ഇതിന് പാരലൽ ആയിട്ട് F കണക്ട് ചെയ്തു. ഈ ടേം ആയി ഏതാ? DE plus F. This is D into E plus F. Now into C. Okay. So into C means here I have to connect with in series. Okay. So into C. Sorry. Into C. Now to all these term I have to connect this AB in parallel. Okay. So ഇതിന് പാരലൽ ആയിട്ടായിരിക്കണം AB വരേണ്ടത്. Then this will be grounded. And from here I can take the output. Or we can say this is my F. Clear ആണോ? എല്ലാ കേസും ഒക്കെ ഇവിടെയും ഒരു ഹോൾ കോംപ്ലിമെന്റ് ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അഥവാ ഇൻ കേസ് ഈ കോംപ്ലിമെന്റ് ഇല്ലായിരുന്നെങ്കിൽ യു ഹാവ് ടു ഡ്രോ എൻ ഇൻവെർട്ടർ ഹിയർ അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ്. ഓക്കെ. ക്ലിയർ ആണോ? എല്ലാവരും വരച്ചു കഴിഞ്ഞോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതി. ഇംപ്ലിമെന്റ് ദ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു എ ബി പ്ലസ് സി ഇൻറ്റു എ പ്ലസ് ഡി ഹോൾ കോംപ്ലിമെന്റ് യൂസിങ് CMOS ലോജിക്. Implement the function AB plus C into A plus D whole bar using CMOS logic. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുക. വി ഹാവ് മോർ ദാൻ അല്ല, ഇവിടെ നമ്മുടെ എ എന്ന് പറഞ്ഞ ടേം ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. അങ്ങനെ കോമൺ ആയിട്ടുള്ള ടേംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനി അല്ലാതെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ചെയ്യാം. A plus D into C plus A into B. ബട്ട് ഈ എ നിങ്ങൾ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് വരക്കാൻ പറ്റും. ഓക്കെ. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ. അങ്ങനെ ചെയ്തില്ലെങ്കിലും ഇഷ്യൂ ഇല്ല, ബട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുക. അതായത് ഇപ്പം നേരത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരു ടേം റിപ്പീറ്റഡ് ആയിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല അല്ലെ? ABCDEF എല്ലാം ഒരു പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഹിയർ A is repeating. So I can simplify this function before drawing. That is AB plus AC, okay, plus CD whole complement. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ. Then from these two terms I can take A outside, that is A into B plus C. ഓക്കെ. അല്ലെങ്കിൽ വലിയ ഇല്ല, ഇതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, സോറി.
കാരണം നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സി ഡി ഇൻറ്റു എ പ്ലസ് ബി സി വരും. ഇവിടെ സി കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആവശ്യമില്ല, ഇവിടെ ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ടേം വരുന്നിടത്ത് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഈ കേസിൽ നമുക്ക് ആവശ്യമില്ല, ബിക്കോസ് ഇവിടെ സി കോമൺ ആയിട്ട് വരുന്നുണ്ട്. അല്ലാതെ എടുത്താൽ എ കോമൺ ആയിട്ട് വരും. അപ്പോൾ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വരക്കും? നേരത്തെ ചെയ്തതുപോലെ ചെയ്തേ. ഓക്കെ, അപ്പൊ ഇതിൽ പ്രശ്നമില്ല. നിങ്ങൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആവും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു മിനിറ്റ്, ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നില്ലേ? അത് ഞാൻ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്ക്, ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. എന്താ? എ ഇൻറ്റു ബി ബാർ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു സി, ഇത് കണ്ടോ? എ ഇൻറ്റു സി ഇൻറ്റു ഡി ഇ. പിന്നെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? എ ഇൻറ്റു സി ഇൻറ്റു എ ബാർ ബി. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു എ ബാർ വരുമ്പം 0 ആണ്. അപ്പോൾ ഒരു ടേം ക്യാൻസൽ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ടേം ക്യാൻസൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വൺ മോർ തിങ്, ഇത് കണ്ടോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ ഹോൾ കോംപ്ലിമെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെർട്ടർ കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കൂടി ഞാൻ അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് കിട്ടും. സോ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ. നേരത്തെ ഞാൻ തന്നതിൽ ചെയ്യാൻ ശ്രമിച്ചു നോക്കി, ബട്ട് അവിടെ സിംപ്ലിഫിക്കേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, എങ്ങനെയായാലും സെയിം എഫക്റ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ സിംപ്ലിഫൈ ബിഫോർ ഡ്രോയിങ് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ അത് അസൈൻമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിച്ചോ. ഓക്കെ, വി ക്യാൻ സ്റ്റോപ്പ് ഹിയർ. ഇത്രയാണ് തേർഡ് മോഡ്യൂളിൽ വരുന്ന